ചേർക്കാണ്ട് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ദോശ കിട്ടാനായിട്ട് ഈ രീതിയിലൊന്ന് അരി വെള്ളത്തിൽ ഇട്ട് നോക്കൂട്ട. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് അവില്, 1/4 കപ്പ് ചെറിയ നാളികേരം, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് പുളിയുള്ള 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിൽ 6 മണിക്കൂർ കുതിർത്തി വെക്കാം. എല്ലാം കൂടി 6 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ് തൈരില്. ഇനി നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഈ പാകം മതിയിട്ട് അരയ്ക്കും. ദോശമാവിന്റെ പാകം മതി. ആ കുതിർത്തി വെച്ച് ആ തൈരിൽ തന്നെയാണ് അരച്ചെടുത്തേക്കണം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൈ വെച്ച് തന്നെ 1 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മാവ് 1 മിനിറ്റിന്റെ അടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 6 മണിക്കൂർ മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞു കേട്ടാ. ഈ മാവ് വല്ലാണ്ട് പുളിച്ച് പൊന്തൊന്നുമില്ല, എന്നാലും നല്ലോണം പുളിച്ച് കിട്ടൂട്ട. ഈ രീതിയിലാവും മാവ് പുളിച്ച് കിട്ടുക. നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റിൽ കിട്ടൂട്ട. അത്രയ്ക്ക് സോഫ്റ്റ് ഉണ്ടാവും ഈ ദോശ. സൈഡിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ആവുമ്പോൾ മറിച്ചിടുന്നുണ്ട്. അപ്പോൾ 1 ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഓട്ടോട്ടയായിട്ട് വന്നാൽ തന്നെ ദോശ എത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉഴുന്നില്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും.